ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളാണ് എൻ്റെ ആരോഗ്യം, നിങ്ങളാണ് എൻ്റെ ബലം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കാണുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് ബോംബെ, അന്നത്തെ ബോംബെ, ഇന്നത്തെ മുംബൈ, അന്നത്തെ കൽക്കട്ട, ഇന്നത്തെ കൊൽക്കത്ത. വ്യത്യാസമുണ്ട്. ബോംബെയിൽ വേശ്യാലയങ്ങൾ കുറേ ഉണ്ട്. ഗ്രാൻഡ് റോഡ്, കൃഷ്ണ ബിൽഡിങ്, ജമുന ബിൽഡിങ്, ഹനുമാൻ ഡിഗ്രി, ഇങ്ങനെയൊക്കെ പേരുകളാണ്. ഇങ്ങനെയൊക്കെ പേരുകളാണ് വേശ്യകൾ. ചുരുക്കി പറഞ്ഞാൽ അവരെ വേശ്യകളെന്ന് പറയരുത്. കാരണം അവര് അത്ര കഷ്ടപ്പെടുന്നതാണ്. എൻ്റെ പെങ്ങളും അമ്മയൊക്കെ അവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ. ആരുടെ പെങ്ങന്മാരും ആരുടെ അമ്മമാരെയും ആരുടെ ഭാര്യന്മാരെയും കൊണ്ട് അവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ അവസ്ഥ. വേശ്യാന്ന് മുദ്ര കുത്തും. ആരാ പറയുന്നത്? ഈ പോയ തേവിടിച്ചിന്റെ മക്കളാണ് പറയുന്നത് വേശ്യാന്ന്. ഒരു പെണ്ണും കിടന്നതിൽ കൊണ്ട് വേശ്യാവുമോ? പറ. എന്റെ പൊന്നു സഹോദരന്മാരെ, എനിക്ക് കണ്ണുനീര് വന്നിട്ടുണ്ട്. കണ്ണുനീര്. ബോംബെ പോയ സമയത്ത് ഈ വേശ്യാലയത്തിന്റെ താഴെയാണ് എനിക്ക് ഈ ചായക്കടയിലാ ജോലി. അന്ന് ഇവർക്ക് ചായ കൊണ്ടു കൊടുക്കണം. ചായയൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. അവര് അന്ന് നമ്മളെപ്പോലത്തെ, അന്ന് എനിക്ക് 16 വയസ്സായിട്ടുള്ളൂ. ഇന്നല്ലേ ബാലപീഡനം, കീലപീഡനം, മൈലുപീഡനം. ചെലവിനാരെങ്കിലും കൊടുക്കുവോ? ഒരു ചെറുക്കൻ ജോലിക്ക് ഇരിക്കാൻ പാടില്ലേ? എന്നാൽ ഗവൺമെന്റ് ചെലവിന് കൊടുക്കുവോ? ഇല്ലല്ലോ. ഉടൻ പോലീസുകാർ വരും. ബാലപീഡനം, അവരെ കൊണ്ട് പണിയെടുപ്പിച്ചെന്ന്. എന്നാൽ ഇവരെ കൊണ്ട് പറ്റുമോ? അവർക്കൊരു 100 രൂപ കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അത് പിന്നെ വരാം. അപ്പം എനിക്കന്ന് 16 വയസ്സായില്ല. ഞാൻ അന്ന് ഈ ബാംഗ്ലൂർ, കന്നഡ, ഇവരൊക്കെ കുറച്ച് മലയാളമൊക്കെ അറിയാം. എല്ലാ സ്ഥലത്തിലുള്ള പെണ്ണുങ്ങൾ അവിടെ വേശ്യാവൃത്തിക്കുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ഓരോരുത്തരും വരും, കഞ്ചാവ് കുടിക്കും, അത് കുടിച്ചിട്ട് മറ്റുള്ള മരുന്ന് കുടിച്ചിട്ട് ഇവരെ കഷ്ടപ്പെടുത്തല ജോലി. അങ്ങനെ റേറ്റൊന്നും ഇല്ലായിരുന്നു. ആ വേശ്യ പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ട് ബോംബെയിൽ ആ വേശ്യ പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ബലാത്സംഗം നടക്കാത്തത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ വേശ്യ സ്ത്രീകൾ ഉള്ളതുകൊണ്ടാണ് ബോംബെ പെണ്ണുങ്ങൾ, മറ്റുള്ള പെണ്ണുങ്ങൾ, പിള്ളേരൊക്കെ നേരെ ചൊവ്വേ നടക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ജയിലൊക്കെ നിറഞ്ഞേനെ. ഡെയിലി കൂട്ടബലാസംഗം. ഇപ്പൊ ഡൽഹിയിൽ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പം പേപ്പറിൽ വരുന്നതല്ലേ. പല രീതിക്ക് അവിടെ ലൈംഗിക ചൂഷണം നടത്തുന്നുണ്ട്. നമ്മളെ അമ്മ പെങ്ങന്മാർക്കൊക്കെ ഇതേ അഭയങ്ങൾ ഉണ്ടെന്ന് ചിന്തിച്ചാൽ നമുക്ക് സങ്കടം തോന്നും. കാരണം അന്ന് 80-ലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ നിന്ന് പോണ പെണ്ണുങ്ങളെയൊക്കെ ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണതാണ്. അവിടെ കൊണ്ടാക്കും, കാശിഷ്ടം പോലെ കിട്ടും. വീട്ടുകളിൽ കാശ് വന്നുകൊണ്ടിരിക്കും. ഇത് എവിടെ നിന്നാണ് കാശ് വരുന്നത് അറിയില്ല, ചോദിക്കൂല. പല ദുഃഖങ്ങളവിടെ. പ്രൈവറ്റ് ഹോട്ടലിലൊക്കെ പോയിട്ട് ഓരോ നടക്കുന്നുണ്ട്. സഹോദരന്മാർ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ ഒരിക്കലും ഒരു പെണ്ണിനെ വേശ്യ എന്ന് വിളിക്കാൻ പാടില്ല. നമ്മൾ തന്നെ അവളെ വേശ്യയാക്കിയിട്ട് നമ്മൾ തന്നെ അവളെ വേശ്യ എന്ന് വിളിക്കുന്നുണ്ട്. അവളെ കാണുമ്പോൾ കാറി തുപ്പുന്നുണ്ട്. പക്ഷേ അവിടുത്തെ കുറേ ആണുങ്ങൾ
നല്ലവരായ ആണുങ്ങൾ ഉണ്ട്. ഈ നല്ലവരായ ആണുങ്ങൾ ഈ വേശ്യ സ്ത്രീകളെ കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ഇപ്പം ജീവിക്കുന്നുണ്ട് മക്കളായിട്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മളില്ലേ ഇവിടെ വേശ്യ സ്ത്രീകളെ കാണുമ്പോൾ കാർ തുപ്പൽ. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് പറ്റിക്കലാ ജോലി. ഇവിടെ നിന്ന് ടൈപ്പിസ്റ്റ് ജോലി. ടൈപ്പിസ്റ്റ് അറിയോ? എന്താ ബാ പോവാം. അവിടെ കൊണ്ടങ്ങ് ആക്കല. വല്ലതും പറയാൻ പറ്റുമോ? തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് അത് ഈ ഇജിടകളെന്ന് പറയും, ഇജിട വർക്കമെന്ന് പറയും, ആണും പെണ്ണും കെട്ടവന്മാർ. അവരവിടെ കൊണ്ടിട്ട് ഈ പെണ്ണുങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുന്ന കേട്ടോ. എന്നിട്ട് ബേട്ടി പച്ചാവോ ബേട്ടി പച്ച, എന്നാ ലവട പച്ചാവോ, എന്നാ മയിര് പച്ചാവോ, പറ ബേട്ടി പച്ചാവോ. ഈ വേശ്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വല്ലതും പറയുന്നുണ്ടോ? ഇവിടെ കിടക്കുന്ന വേശ്യാസ്ത്രീകൾ 8-10 പേര് 15 പേരാണ് ഒരു ദിവസം. 15-20 പേര് വരെ നല്ല സുന്ദരിയായ പെണ്ണുങ്ങൾക്ക് 20-30-25 പേര് വരെ ഡെയിലി ലൈംഗിക ബന്ധം നടത്തുന്നുണ്ട് ഒരു പെണ്ണിനെ. കാരണം അതാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇവരുടെ ശരീരമൊക്കെ വേദനയാണ്. അന്ന് അനാസിൻ ഗുളിക ഇവർ ഡെയിലി 2-3 കഴിക്കും. രാത്രി ഉറക്കമല്ല, ഉറക്കഗുളിക കഴിക്കും. ശരീരം മൊത്തം വേദന. ഓരോരുത്തരും അവർ വന്നിട്ട് പിടിച്ച് ഞെക്കി പറക്കി ഇവരെയൊക്കെ കൊന്നുവിടുക. കാശ് മുതലാക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. അതാണ്. അവരൊക്കെ ലൈംഗിക തൊഴിലാളികളാണ്. അവരുടെ ദുരിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദുരിതമാണ്. ഇന്നല്ലേ ഇൻസ്റ്റാഗ്രാമിൽ കഴപ്പ് മൂത്ത് വരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അടിച്ചു കൊന്നത്. അത് കഴപ്പ് മൂത്തിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ കൂടി പരിചയപ്പെട്ടിട്ട് ഫോട്ടോ അയച്ചതാ, നമ്പർ അയച്ചതാ, എല്ലാം പറഞ്ഞു തരാം. ഇങ്ങനെയാ ഓരോ ആൾക്കാർ. എന്നിട്ട് അവിടെയും വിളിച്ച് ഇവിടെയും വിളിച്ച് ലാസ്റ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തല്ലിക്കൊന്ന് പള്ളയും കളയും. അവരങ്ങനെയല്ല, അവർ പെട്ടു പോണതാണ്. അവർ ലൈംഗിക തൊഴിലാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടുപോകുന്നതാണ്. അവരെ സങ്കടം ആരത്ത് പറയും? പറ. അവർക്ക് ഒരു കാര്യത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ സമാധാനം വന്നുള്ളൂ. 90-ൽ അന്ന് എയ്ഡ്സ് ഇങ്ങനെ 90-ൽ എയ്ഡ്സ് ഇങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന പോലെയാണ്. ആരും പോയിട്ടില്ല. ഏറ്റവും സന്തോഷിച്ചത് അവിടുത്തെ വേശ്യ സ്ത്രീകളാണ്. കാരണം സുഖമായിട്ട് കുറേ ദിവസം കിടന്ന് ഉറങ്ങി. അവർക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ഒരു റേഷനോ എന്തോ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അന്നത്തെ അമ്മമാരെ ഇന്ന് കണ്ണുനീരൊഴുക്കല അതൊക്കെ ഓർത്തോർത്ത്. എൻ്റെ പൊന്നെ, ഞാനൊരു കാര്യപ്പെട്ട ഈ ഒരു പെണ്ണിൻ്റെ ഗുഗ്യസാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെല്ലഫ് നോസ്റ്റാർ 99 ടയറിൻ്റെ ഇതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതല്ല. അത് ഒരു മാംസമാണ്. അവിടം ആ പാഹം ഒരു മാംസമാണ്. ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂലം കുത്തുന്ന പോലെയാ വേദന. നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ചോദിച്ചു നോക്ക്, വേശ്യ പെണ്ണുങ്ങൾ ചോദിക്കുക. ചില സമയമാകുമ്പോൾ അവർക്ക് ദേഷ്യമാണ് ആണുങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവരാണ് ബോംബെയിലെ മറ്റ് കൊച്ചു പിള്ളേരെയൊക്കെ രക്ഷപ്പെടുത്തുന്നത്. കാരണം ഒരുപാട് എന്നാലും നടക്കുന്നുണ്ട്. എന്നാലും ഇതുള്ളതുകൊണ്ടാണ്, ഈ പെണ്ണുങ്ങളുള്ളതുകൊണ്ടാണ് മറ്റേ പെണ്ണുങ്ങൾ രക്ഷപ്പെടുന്നത്. അവരെ കഷ്ടം ആരടുത്ത് പറയും? അവർക്ക് വേണ്ടി ഏത് ഗവൺമെൻറ്റുള്ള സ്ത്രീ സുരക്ഷത? എന്നാ സുരക്ഷത? ആർക്കാ സുരക്ഷത? ഈ ലൈംഗിക തൊഴിലാളികൾക്ക് സുരക്ഷത ഉണ്ടോ? എവിടെ സുരക്ഷത? പറ. അവർക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണുങ്ങൾ തുണി പൊക്കുന്നുണ്ടോ? തുണി അവിടെ ഈങ്കുലാബ് വിളിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ കിടന്നൊരു ഷോ കാണിക്കും. എന്തോരം പെണ്ണുങ്ങളെ കിടക്കുന്നറിയാം. മലയാളികളുണ്ട്, തമിഴുണ്ട്, ബംഗാളിയുണ്ട്, മറ്റവരുണ്ട്, മറിച്ചവരും എല്ലാം നേപ്പാളികളുണ്ട്. അവിടെ കിടന്ന് കഷ്ടം അനുഭവിക്കണം. അടുത്ത വീഡിയോ ഇത് തന്നെ കാണാം.